ഹായ് ഓൾ, വെൽക്കം ടു റെപ്പോറിയ. ആദ്യമായി എല്ലാവർക്കും ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ വിഷസ് അറിയിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് പേഴ്സണലി വളരെ സ്പെഷ്യൽ ആയി തോന്നിയ ഒരു സാരിയായിട്ടാണ് ഇൽക്കൽ സാരീസ്. ഇൽക്കൽ സാരീസ് എന്ന് പറയുന്നത് കർണാടകത്തിലെ ബാഗൽകോട്ട് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഇൽക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒറിജിനൽ. ഈ സാരി ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇത് പ്യുവർ ഹാൻഡ്ലൂം സാരിയാണ്. ഈ പ്യുവർ ഹാൻഡ്ലൂം സാരിയിൽ തന്നെ ഇതിന് എങ്ങനെയാണ് വ്യത്യസ്തത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ കാണുന്ന ഹാൻഡ്ലൂം സാരീസ്, കാഞ്ചി കോട്ടൺ സാരീസ് ആകട്ടെ അല്ലെങ്കിൽ ചെട്ടിനാട് സാരീസ് ആകട്ടെ, ഇത്തരം സാരീസിലെല്ലാം ബോഡിയും പല്ലും ഒരുമിച്ചാണ് വീവ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഒരു ഇൽക്കൽ സാരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബോഡി പ്രത്യേകം വീവ് ചെയ്യും, പല്ലു പ്രത്യേകം വീവ് ചെയ്യും, എന്നിട്ട് അതിനെ ഇന്റർലോക്ക് ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒതന്റിക് ആയിട്ടുള്ള ഇൽക്കൽ സാരി കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് ആ ഒരു ഡിസ്റ്റിങ്ഷ്ഡ് ആ ഒരു ലൈൻ നമുക്ക് അതിനകത്ത് കാണാൻ തന്നെ സാധിക്കും. അതുപോലെ നമുക്ക് ഇൽക്കൽ സാരീസിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഗായത്രി ബോർഡർ ഇൽക്കൽ സാരി എന്ന് പേരുള്ളതാണ്. ഈ സാരീസിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യൂഷ്വലി ബോഡി വന്നിട്ട് സോളിഡ് കളറും ബോർഡർ വന്നിട്ട് കോൺട്രാസ്റ്റ് ആണ്. പിന്നെ ബോർഡറിലും പല്ലുവിലും യൂസ് ചെയ്തിരിക്കുന്ന സിൽക്കാണ്. ഇതിന്റെ വളരെ കുറച്ച് കളേഴ്സ് ആണ് ഇപ്പൊ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ഗ്രീൻ ആണ്, ലൈറ്റ് ഗ്രീൻ. ഇതിന് ഈ സാരീസിന് ഒരു പ്രത്യേകത ആണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയ ഷൈനും ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് സാധാരണ വേറെ ആയിട്ടുള്ളത് കൂടാതെ നമുക്കൊരു ഫംഗ്ഷൻ, ചെറിയൊരു ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും, എലഗന്റുമായിരിക്കും. ഇതാണ് ഫസ്റ്റ് കളർ. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു റെഡും ബ്ലാക്ക് ബോർഡറും വരുന്നതാണ്. തേർഡ് കളറ് വന്നിട്ട് ഒരു ബ്ലൂ, റോയൽ ബ്ലൂവും റൂബി റെഡ് കോംബോയും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 3 സാരീസ് ആണ് കറന്റ്ലി ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നവർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ DM ചെയ്യാവുന്നതാണ്. താങ്ക് യു.